അനീഷ് അനുമോളെ ഇന്നലെ പ്രപ്പോസ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ അത് ചോദിക്കില്ല എന്ന്. അത് മാത്രമല്ല, അനീഷ് കുറച്ച് ക്ലെവർ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തതാണ് ആ ഒരു ലാസ്റ്റ്, ആ ഒരു വീക്കെൻഡിലേക്ക് എത്തുന്ന ഒരു മൊമെന്റിൽ പറഞ്ഞത്. അപ്പം കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, അതായത് വലിയ സീൻസ് ഒന്നും ഉണ്ടാവാതെ, അതൊരു വലിയ ടോപ്പിക്കായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് വരാതിരിക്കാൻ കൂടി അനീഷ് ചെയ്തതാണോ, ഇതൊരു ഗെയിം സ്ട്രാറ്റജിയാണോ, അനീഷ് എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തത്, ഇനി ആ കൂടി ഫിനാലേക്ക് ഒരാഴ്ചയല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ ഞെട്ടിപ്പോയായിരുന്നു ആ ഒരു പ്രൊമോ വന്നപ്പോൾ. നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഭയങ്കര ഫണ്ണായിട്ട് റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ ആ ഒരു പഴയ ഒരു 90s ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടനെ കാണാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്നലത്തെ ദിവസം ആ ഒരു അനീഷിന്റെ പ്രപ്പോസലും അനുമോളിന്റെ റെസ്പോൺസും പിന്നെ അനുമോള് കുറേ അധികം ബ്ലഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ കുറേ അധികം എൻജോയ് ചെയ്തു. കാരണം ഇതിനകത്തുള്ള അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇവർക്ക് പുറത്തിറങ്ങിയ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആരെയും തന്നെ നമ്മൾ ബുള്ളി ചെയ്യണ്ട, നമുക്കത് എന്റർടൈൻമെന്റ് ആണ്, ആ ഒരു വെയിൽ കണ്ടാൽ മതി എന്നൊരു തീരുമാനമാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇന്ന് ലാലേട്ടനും അതേപോലെ തന്നെയാണ് അതിനെ എടുത്തിരിക്കുന്നത്. ആ ഒരു മൊമെന്റിനെ, ആ ഒരു കിട്ടിയ ആ ഒരു പ്രണയം എന്ന് പറയുന്ന ആ ഒരു കോണ്ടന്റ് ആണ്, അതിനെ അവർ ചെർച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭംഗിയായിട്ടാണ് ചോദിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞ അനീഷിന്റെ നാണം, അനീഷ് ഒരു ഗെയിം സ്ട്രാറ്റജിയും ഇല്ല എന്ന് എനിക്ക് തോന്നിയ നിമിഷം അതായിരുന്നു. കാരണം ലാലേട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നി ലാലേട്ടാ, ഞാനത് ചോദിച്ചു എന്ന് പറയുന്ന അനീഷിന്റെ മുഖം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും, അനീഷ് ഇതൊരു സ്ട്രാറ്റജിക്ക് എടുക്കുന്നതാണോ, അനുമോൾക്ക് ആ ഒരു വീക്കായിട്ട് നിൽക്കുന്നത്. കാരണം ചുറ്റുമുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തി അനുമോൾ ഭയങ്കരമായിട്ട് വീക്കായിട്ട് നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ അനീഷ് ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എന്തായാലും ശരി, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനുമോളോട്, അനുമോൾ എന്താ ലാലേട്ടാ എന്ന് ചോദിച്ചിട്ട് അത് ആ ഒരു അനുമോളുടെ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതായിരുന്നു അടിപൊളി. സുഖമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നല്ല സുഖമാണ്, നല്ല വിശേഷങ്ങളാണ്, എന്തൊക്കെ വിശേഷം ഉണ്ടെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ വളരെ നല്ല വിശേഷമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗുരുവായൂരമ്പല നടയിലേക്ക് എന്തായാലും ലാലേട്ടന് എത്താനൊരു ഭാഗ്യം ഉണ്ടാകുമോ? കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ തൃശ്ശൂർക്കാരനാണ്, അനീഷ് തൃശ്ശൂരാണ്. എന്തായാലും തൃശ്ശൂര് ഗുരുവായൂർ അമ്പല നടയൊക്കെ ഉള്ള സ്ഥിതിക്ക് അനുമോള് അങ്ങോട്ട് പോവോ തിരുവനന്തപുരത്തുനിന്ന് അറിയില്ല, അതൊക്കെ അവരുടെ വീട്ടുകാർ തീരുമാനിച്ചോട്ടെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എല്ലാ ആഴ്ചയിലും കാണുന്ന ഒരു കാര്യം, അതെനിക്ക് ഭയങ്കര ഒരു ട്രോളായിട്ട് ചെയ്താൽ കൊള്ളാന്നൊക്കെ തോന്നി. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ വന്നിട്ട്, അക്ബർ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്, അക്ബർ പറയൂ, അക്ബർ പറയട്ടെ, ഈ ഒരു കാര്യം എന്താണ്, അക്ബർ അവിടെ ഇല്ലായിരുന്നോ, അക്ബറിന്റെ ഭാഗത്ത് ഇതൊന്ന് സംസാരിച്ചുകൂടായിരുന്നോ, അക്ബർ എന്താ ഇടപെടാത്തത് എന്ന് ചോദിക്കുന്ന ലാലേട്ടൻ ഈ വിഷയത്തിലും അക്ബറെ അനീഷ് പ്രണയിക്കണോ, അനുമോൾ യെസ് പറയണോ എന്ന് ചോദിക്കുന്ന കണക്കൊരു ഫണ്ണായിട്ടുള്ള ഒരു എലമെന്റ് ഫീൽ ചെയ്തു. അതായത് അക്ബർ അവിടെ നിന്നിട്ട് ഇതിന് മറുപടി പറയുന്നത്, ഇത് അനുമോളുടെ അനീഷിന്റെയും കാര്യമല്ലേ, ഇതിന്റെ കൂട്ടുപ്രതികളായിട്ട് ആദില, അതുപോലെ നൂറ, ഷാനവാസ് ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ അക്ബർ എന്നൊന്നും അറിഞ്ഞില്ലേ, അറിയാത്ത അക്ബറിനെ പിടിച്ച് നമ്മുടെ ലാലേട്ടൻ അക്ബറിന് എന്താണ് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം എന്ന് ചോദിച്ചത് ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. അപ്പൊ അക്ബർ നല്ല ഫണ്ണായിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കൈയടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സീസൺ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ബുള്ളി ചെയ്യാത്ത ഒരു സീസണാണ്. പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളിനെ വലിച്ചു കീറാനാണ്. തീരെ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞ ആരെങ്കിലും ഒക്കെ അനുമോൾ PR ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു. ഇതെന്താ ഒരാളെ പോസിറ്റീവായിട്ട് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറ്റം പറയുന്നത്, എന്നിട്ട് അനുമോളുടെ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അനുമോൾ PR തരുന്നത് നിർത്തി വേറെ കിട്ടിയല്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഓഡിയൻസിൽ കുറച്ച് പേരൊക്കെ, വളരെ ലേശം കുറച്ച് പേരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ അത് വേണ്ട. പിന്നെ പതുക്കെ ഈ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് അനുമോൾക്ക് ആ ഒരു ജനപ്രീതി ഉണ്ട്, അനുമോൾ എങ്ങാനും കപ്പടിക്കും എന്ന് പേടിച്ചിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ കണ്ടു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഈ ഒരു അനീഷിന്റെ ഈ ഒരു കോണ്ടന്റ്, അതായത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത ഈ ഒരു സീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടൂളാണ്. പക്ഷെ ദയവ് ചെയ്തിട്ട് ഇതൊരു ഗെയിം ഷോ ആണ്, അവര് അതിനകത്ത് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ, അവര് കളിക്കട്ടെ, അവർക്കതനുസരിച്ച് ലാലേട്ടൻ കഴിഞ്ഞ ഒരു പ്രൊമോയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്,
PR നോക്കേണ്ട, നിങ്ങൾ ആരും PR ആവരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോഗിനിൽ ഒരു ഹോട്ട്സ്റ്റാറിൽ ഒരു അക്കൗണ്ട് കാണുമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വോട്ട് കൊടുക്കുക. അല്ലാതെ ബാക്കിയുള്ളവർക്ക് ആർക്ക് വോട്ട് കൊടുക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ ജയിക്കണം എന്നും പറയണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കുക, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായിരിക്കാം, കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും, ഗേൾസ് ബോയ്സ് ഒക്കെ ആയിരിക്കാം, ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, അതുപോലെ ജോലി ഉള്ളവരായിരിക്കാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. ഇടയ്ക്ക് ഒരു മണിക്കൂർ ഇത് കാണുന്നെങ്കിൽ കാണുക, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഇതിനകത്ത് നിങ്ങൾ ഇത് അനുമോള് തന്നെ ജയിക്കണം, അനീഷ് തന്നെ ജയിക്കണം, അക്ബറിന് കപ്പ് കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം കള്ളക്കളിയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കാത്തിരിക്കാം. പക്ഷെ ഈ എപ്പിസോഡിൽ ഇന്നല്ലെങ്കിൽ നാളെ 2 പേര് ഔട്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായിരിക്കും ആ ഒരു എവിക്ഷൻ, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി വരാം. ബൈ.